നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SDPIയുടെ പിന്തുണ CPM ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമത്തെ SDPI CPM ബന്ധം വസ്തുതാവിരുദ്ധം. CPM എന്നും വർഗീയതയ്ക്കെതിരെയെന്നും മുഖ്യമന്ത്രി. ആരാണെന്ന് ചോദിച്ചല്ല ഉത്തരം പറയുന്നതെന്നും മുഖ്യമന്ത്രി. നേരിട്ടുള്ള സംവാദത്തിനല്ല ഫേസ്ബുക്ക് സംവാദത്തിനാണ് VD സതീശനെ ക്ഷണിച്ചതെന്നും പിണറായി വിജയൻ. കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമായി രാഹുൽ ഗാന്ധി വടക്കൻ കേരളത്തിൽ. സംസ്ഥാനത്ത് ഇടത് BJP സഖ്യമെന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രാഹുൽ. BJPയും CPMഉം കോർപ്പറേറ്റ് പാർട്ടികളെന്നും വിമർശനം. വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഉൾപ്പെടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ UDF സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ. BJPയുടെ പ്രചരണത്തിനായി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തലസ്ഥാനത്ത്. ആറ്റിങ്ങലിൽ റോഡ് ഷോ. BJPയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. അതിവേഗ റെയിൽ പദ്ധതി പത്രികയിൽ ഇടം പിടിച്ചേക്കും. യുവാക്കൾക്കും സ്ത്രീകൾക്കുമുള്ള പ്രത്യേക പദ്ധതികൾക്കും സാധ്യത. ലോകായുക്ത നിയമഭേദഗതി ശരിവെച്ച് ഹൈക്കോടതി. നിയമഭേദഗതിക്കെതിരായ പ്രതിപക്ഷ ഹർജി തള്ളി. ലോകായുക്ത നടപടികളിൽ തീരുമാനമെടുക്കാൻ നിയമസഭയ്ക്ക് അധികാരം. IPLൽ ഇന്ന് പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. മത്സരം ചണ്ഡീഗഡിൽ. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. വിശദമായ വാർത്തകളിലേക്ക്. SDPIയുടെ പിന്തുണ CPM ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. നിയമത്തെ SDPI CPM ബന്ധം തീർത്തും വസ്തുതാവിരുദ്ധമാണ്. CPM എന്നും വർഗീയതയ്ക്ക് എതിരെയെന്നും വർഗീയതയ്ക്ക് എതിരെ എക്കാലവും ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ പ്രായോഗികതക്കനുസരിച്ചുള്ള നിലപാടുകൾ ആളുകൾ സ്വീകരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതല്ലാതെ ഞങ്ങളെ LDFന് പുറത്തുള്ള ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കക്ഷിയുടെ പിന്തുണ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമീപിക്കുന്ന നില ഉണ്ടായിട്ടേയില്ല. അത് ശിവൻകുട്ടിയുടെ കാര്യത്തിലും അദ്ദേഹം നേരിട്ട് അഭ്യർത്ഥിക്കുന്ന നില ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായുള്ള സംവാദത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേരിട്ടുള്ള സംവാദത്തിനല്ല സതീശനെ ക്ഷണിച്ചത്, ഫേസ്ബുക്ക് വഴിയുള്ള സംവാദത്തിനാണ് ക്ഷണിച്ചത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. കൊല്ലം വാർത്താസമ്മേളനത്തിലെ വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. സമയം തീരാറായപ്പോഴാണ് വാർത്താസമ്മേളനം നിർത്തിയത്. ഇന്നലെ ബഹളം വയ്ക്കാൻ തയ്യാറായി ചിലരെത്തി. ആരാണ് ചോദിക്കുന്നത് എന്ന് നോക്കിയല്ല ഉത്തരം പറയുന്നത്. മുന്നിൽ വന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിരുന്നു. ഇതൊരു പുതിയ അനുഭവമാണെന്നും കാര്യങ്ങളെ വക്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു പ്രവണതയുണ്ട്. ചില ആൾക്കാർ ബഹളത്തിന് തയ്യാറായിട്ട് വരുന്നൊരു മട്ട് കാണാനുണ്ടായിരുന്നു. 2-3 ആളുകൾ, പ്രത്യേകിച്ച് 1-2 ആൾ, വലിയ ബഹളം, വലിയ ശബ്ദം, എന്തോ മറുപടി പറഞ്ഞില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി തന്നത്. നിങ്ങളെ മനസ്സിൽ ചോദ്യങ്ങളുണ്ടായെങ്കിൽ അതിനെനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾ ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ല. ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന രീതിയാണ് സാധാരണ ഞാൻ സ്വീകരിക്കാറ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ ഒരു
തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് ഒരു ബഹളമയമാക്കി മാറ്റാൻ ശ്രമിച്ചത് അത് നിർഭാഗ്യകരമായിപ്പോയി. അതുകൂടി ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുക. ഡീൽ ആരോപണവും SDPI വോട്ടും ഉയർത്തി കാണിക്കുകയാണ് മുന്നണികൾ. നിയമം ഉൾപ്പെടെ ഒരു മണ്ഡലത്തിൽ പോലും SDPIയുടെ വോട്ട് ഇടതുമുന്നണി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും വോട്ട് വേണ്ട എന്ന് ഉറപ്പിച്ചു പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. CPM BJP അന്തർധാര ഉയർത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി കൂടി രംഗത്ത് വന്നതോടെ ഡീൽ ആരോപണങ്ങൾ പ്രചരണത്തിന്റെ അവസാന ലാപ്പിലും ശക്തി പ്രാപിക്കുകയാണ്. മകളെ രക്ഷിക്കാനായി മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നിയന്ത്രിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ കടന്നാക്രമണവും ഡീൽ ആരോപണത്തിന് കരുത്ത് നൽകുന്നതാണ്. വിവരങ്ങളുമായി അൻഫ്ലിറ്റ് ചേരുകയാണ്. അൻഫ്ലിറ്റ്, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ അവസാന ദിവസങ്ങളിലാണ്, പക്ഷെ അപ്പോഴും ഉയർത്തി കാണിക്കുന്നത് ഈ ഡീൽ ആരോപണമാണ്. മുതിർന്ന നേതാക്കളടക്കം CPMനെ കടന്നാക്രമിച്ചുകൊണ്ട് CPM BJP ഡീൽ എന്ന ആക്ഷേപം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ അതിനിടയ്ക്ക് SDPIയുമായുള്ള ബന്ധവും ചർച്ചയാവുകയാണ്. ലിജൻ, തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പ് എത്തുമ്പോഴും ഈ ഡീൽ ആരോപണമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ഇപ്പോഴും പ്രചാരണ വിഷയത്തിൽ മറ്റു വിഷയങ്ങൾ, അതായത് വികസന വിഷയങ്ങൾ, ജനോപകാരപ്രദമായ വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ചയിലെത്താൻ മുന്നണികൾക്ക് കഴിയുന്നില്ല എന്നാണ്. ഓരോ ദിവസം കഴിയുന്നതും ഈ ഡീൽ ആരോപണങ്ങൾ കൂടുതൽ ശക്തിയായി കരുത്താർച്ചു വരുന്നതാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ നിന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോഴും നിയമം ഉൾപ്പെടെ വിവിധ മണ്ഡലങ്ങളിലെ SDPI ബന്ധത്തിൽ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി അങ്ങോട്ട് SDPIയുടെ വോട്ട് ചോദിച്ചിട്ടില്ല. ഒരുപക്ഷെ BJPക്ക് എതിർവികാരമുള്ള ശക്തികൾ ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് വോട്ട് നൽകിയതായിരിക്കാം. അല്ലാതെ SDPI വോട്ടുകൾ ഒരിക്കലും ഒരു നിയമം ഉൾപ്പെടെ ഒരു മണ്ഡലത്തിൽ പോലും LDF ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ആ വോട്ടുകൾ വേണ്ട എന്ന് ഉറപ്പിച്ചു പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. അത് തന്നെയാണ് മറുഭാഗത്ത് കോൺഗ്രസ് ആയാലും ഈ CPM BJP ഡീൽ എന്നൊരു ആരോപണം ശക്തി പ്രാപിച്ചു വരുന്ന ആരോപണം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി, നമുക്കറിയാം AK ആന്റണി തെരഞ്ഞെടുപ്പ് സമയത്ത് അവസാന ലാപ്പിൽ എല്ലാ തവണയും അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്നതാണ്. ഇന്ന് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുമ്പോഴും ആ CPM BJP ബാന്ധവം എന്നൊരു ആരോപണം തന്നെയാണ് അദ്ദേഹം ശക്തി പ്രാപിക്കുന്നത്. മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയായാലും അമിത്ഷാ ആയാലും മുഖ്യമന്ത്രിയുമായുള്ള ഒരു ബന്ധം, അതാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. അതിന് പിന്നിലൊരു അന്തർധാരയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നിയന്ത്രിക്കുന്നു, മകളെ രക്ഷിക്കാനായി പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നു എന്നൊരു കടുത്ത ആരോപണം, കടന്നാക്രമണമാണ് നടത്തിയത്. ഉറപ്പാണ് ഈ ഡീൽ ഈ രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി വരും. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരു മറുപടി പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ നാളെ വാർത്താസമ്മേളനം നടത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലൊരു മറുപടിയും പ്രതീക്ഷിക്കാവുന്നതാണ്. രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ഒരു മറുപടി മുഖ്യമന്ത്രി പറയും. അങ്ങനെ വരുമ്പോഴും ഇനി ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ 7 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന അവസാന ലാപ്പിൽ പോലും ഡീൽ ആരോപണങ്ങളും രാഷ്ട്രീയവും, അതായത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള പ്രചാരണങ്ങൾക്ക് മാത്രമാണ് 3 മുന്നണികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരുന്നു. അത് തന്നെ ഏറ്റവും മുതിർന്ന മുന്നണി നേതാക്കൾ പോലും അതിനപ്പുറത്തേക്ക് മറ്റൊന്നിനെക്കുറിച്ചും പ്രചാരണ വിഷയമാക്കുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ലിജിൻ, ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിലും ഡീൽ ആരോപണം തന്നെയാണ് മുന്നണികൾ ആയുധമാക്കുന്നത്. അൻഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ പ്രചരണത്തിന് ആവേശം പകരാൻ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തലസ്ഥാനത്തെത്തി. BJPയുടെ പ്രകടന പത്രിക അദ്ദേഹം പുറത്തിറക്കും. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ദേശീയ അധ്യക്ഷൻ അടക്കമുള്ളവർ രംഗത്ത് വരികയാണ്. എത്രത്തോളം ആവേശകരമാണ് BJP ക്യാമ്പ്, NDA മുന്നണി? തീർച്ചയായും തിരുവനന്തപുരം ജില്ലയിൽ ദേശീയ അധ്യക്ഷനെ എത്തിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടിക്കാണ് ഇന്ന് BJP നേതൃത്വം നൽകുന്നത്. നിബിൻ നവീൻ ഇപ്പോൾ തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആറ്റിങ്ങലിൽ പ്രചരണ പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആറ്റിങ്ങലിൽ അഡ്വക്കേറ്റ് P. സുധീറിൻ്റെ പ്രചരണ പരിപാടിയിലാണ് നിബിൻ നവീൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം വളരെ കുറച്ച് ദൂരം മാത്രമായിരുന്നു പ്രചരണ പരിപാടിയുടെ ഭാഗമായി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് എന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴും പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. കാരണം കേരളത്തിലെ ജനങ്ങൾ അത് BJPയെ പിന്താങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. അതുകൊണ്ട് BJPക്ക് കൂടുതൽ സീറ്റുകൾ നേടി വിജയത്തിലേക്ക് പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും നിലവിൽ അദ്ദേഹം അത്തരത്തിലൊരു ആത്മവിശ്വാസം കൂടി നമ്മോട് പങ്കുവെക്കുകയും ചെയ്തു. എന്തുതന്നെയായാലും ജില്ലയിലേക്ക് ദേശീയ നേതാക്കന്മാരെ എത്തിച്ചുകൊണ്ടുള്ള
പ്രചരണ പരിപാടികൾക്കാണ് BJP നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലടക്കം നിരവധി സീറ്റുകളിൽ വിജയം BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ വിജയം പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ദേശീയ നേതാക്കളെ കൂടുതലായി എത്തിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ നിബിൻ നബീൻ ഈ ആറ്റിങ്ങലിലെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നു. തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി BJPയുടെ പ്രകടന പത്രിക പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹം മലപ്പുറത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയും അദ്ദേഹം തലസ്ഥാനത്തുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ കൂടുതൽ നേതാക്കന്മാർ വരും ദിവസങ്ങളിൽ BJPയുടെ തന്നെ ദേശീയ നേതാക്കന്മാർ വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്യും. അതേസമയത്ത് തന്നെ മുഖ്യമന്ത്രിയും തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രചരണം വളരെ സജീവമായി തന്നെ തുടരുകയാണ്. BJP വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ജില്ല കൂടിയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് 2ലധികം സീറ്റുകൾ BJP പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആറ്റിങ്ങൽ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് ഇത്തവണ വിജയം നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ പ്രവർത്തകരും വെച്ചു പുലർത്തുന്നത്. അതിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ കൂടി പ്രചരണ പരിപാടിയൊക്കെ ആറ്റിങ്ങലേക്ക് എത്തിയതോടുകൂടി കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, BJP ക്യാമ്പിൽ ആവേശകരമായി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ അടക്കമുള്ളവർ വന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ BJPയുടെ പ്രകടന പത്രിക അദ്ദേഹം പുറത്തിറക്കും. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകായുക്ത നിയമ ഭേദഗതി ഹൈക്കോടതി ശരിവച്ചു. ഭേദഗതിക്കെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി കോടതി തള്ളി. നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു ഹർജിയിലെ വാദം. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, നേരത്തെ തന്നെ ഈ ഭരണഘടനാ വിരുദ്ധം നിയമ ഭേദഗതി എന്നുള്ളതായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഉന്നയിച്ചത്. എന്തായാലും കോടതി അത് തള്ളിയിരിക്കുകയാണ്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ ആരോപണം പ്രധാനമായിട്ടും അതൊരു സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതായത് KT ജലീലിന്റെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ട പ്രശ്നമായിട്ട് ലോകായുക്തയുടെ ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവ് വന്നതിന് ശേഷമാണ് ലോകായുക്തയുടെ ഉത്തരവ് മന്ത്രിസഭയുടെ മുകളിലേക്ക് വരരുത് എന്നുള്ള രീതിയിൽ സ്പീക്കറോ അല്ലെങ്കിൽ മന്ത്രിസഭയോ അംഗീകരിച്ച ശേഷം മാത്രമേ ലോകായുക്ത ഇടുന്ന ഉത്തരവ് നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ളത്. അതായിരുന്നു ആരോപണം. അപ്പോൾ ആ തരത്തിൽ ഒരു ഭേദഗതി വരുമ്പോൾ ലോകായുക്ത അപ്രസക്തമാകും. കാരണം ലോകായുക്തയുടെ ഏത് ഉത്തരവും ഭരണകക്ഷിക്കെതിരെയാണെങ്കിൽ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഈ ഉത്തരവ് തടസ്സപ്പെടുത്തി വെക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു ഹർജി കൊടുത്തിരുന്നത്. മറ്റ് ഹർജികളും ഉണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇതിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ശരിവെച്ചു. ലോകായുക്ത നിയമ ഭേദഗതി ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമായി രാഹുൽ ഗാന്ധി വടക്കൻ കേരളത്തിലാണ്. സംസ്ഥാനത്ത് ഇടത് BJP സഖ്യമെന്ന് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ഇപ്പോൾ കോഴിക്കോട് അദ്ദേഹം സംസാരിക്കുകയാണ്. അതിലേക്ക് പഠിക്കാൻ പോകുന്നു, കോളേജിൽ പോകുന്നു, സർവകലാശാലയിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു, സുഹൃത്തുക്കളെ കാണാൻ പോകുന്നു. നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾ സുരക്ഷിതമായി സൗജന്യമായി യാത്ര ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And we want you to fulfill your dreams, whatever they might be. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായാലും, മലയാളികളുടെ സ്ത്രീകളുടെ എന്ത് സ്വപ്നമായാലും നിങ്ങൾക്കത് സാക്ഷാത്കരിക്കാൻ കഴിയണം എന്ന് ഞങ്ങൾ Whether you want to be a doctor, nurse, lawyer, engineer, housewife, whatever you want to do, we want to help fulfill that dream. നിങ്ങൾ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, വക്കീലാവട്ടെ, അതുപോലെ നിങ്ങൾക്കൊരു വീട്ടമ്മയായിട്ട് ജീവിക്കട്ടെ, എന്ത് ജോലി വീട്ടിൽ ഇരിക്കട്ടെ, എന്ത് ജോലിയായാലും എന്ത് സ്വപ്നമായാലും അത് സാക്ഷാത്കരിക്കാൻ നിങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. For the young women here, every single Kerala woman who is going to college or university is going to get 1,000 rupees a month for herself. ഇവിടുത്തെ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ കോളേജിലും സർവകലാശാലയിലും പോകുന്ന കേരളത്തിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ മാസം 1000 രൂപയാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. To protect her and to help her advance her dreams. സ്വന്തം സ്വപ്നങ്ങൾ സബലീകരിക്കുന്നതിൽ ആ പെൺകുട്ടിയെ മുന്നോട്ട് നയിക്കാനും ആ പെൺകുട്ടിയെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഇത് നൽകുന്നത്. Senior citizens are going to get a pension of 3,000 rupees and a dedicated ministry for them to look after them. കേരളത്തിലെ പ്രായമായ മനുഷ്യർക്ക് പ്രതിമാസം അവരുടെ വെൽഫെയർ ക്ഷേമ പെൻഷൻ 3000 രൂപ ഉയർത്തുന്നു. പ്രതിമാസമുള്ള 3000 രൂപ ഉയർത്തുന്നു. അതുപോലെ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയവും ഞങ്ങൾ രൂപീകരിക്കുന്നതായിരിക്കും. And any young person കേരളത്തിൽ UDF ഇടിമുഴക്കം പോലെ തിരിച്ചു വരുമെന്നും UDFന് ക്ലീൻ വിക്ടറി ആയിരിക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. മുഖ്യമന്ത്രി തർക്കം ഉണ്ടാകില്ല എന്നും റിസൾട്ട് വന്നാൽ ഉടൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം BJP CPM ഡീൽ ആരോപണം AK ആന്റണിയും ആവർത്തിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ഒരുപോലെ പ്രിയങ്കരനാണെന്നും
അതിന് പിന്നിൽ അന്തർധാര ഉണ്ട് എന്നും എ കെ ആന്റണി ആരോപിച്ചു. കഴിഞ്ഞ വർഷം കേരളത്തിലെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഒറ്റയ്ക്ക് എത്ര സന്ദർശകരെ സ്വീകരിച്ചു? മുഖ്യമന്ത്രിയെ കാണാൻ എത്ര സന്ദർശകർക്ക് അനുവാദം കിട്ടി? എത്ര നിവേദക സംഘങ്ങൾക്ക് അനുവാദം കിട്ടി? ജനങ്ങളെ കാണാത്തൊരു മുഖ്യമന്ത്രിയായി, അദൃശ്യനായൊരു മുഖ്യമന്ത്രിയായി, PR പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുത്തിയൊരു മുഖ്യമന്ത്രിയായി എൻ്റെ പഴയ സുഹൃത്ത് പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് രാവണൻ കോട്ട. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, ജനങ്ങളാകുന്ന കോടതിയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഈ സർക്കാർ പോയേ തീരൂ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെനിക്ക് പറയാനുള്ളത്, ഈ സർക്കാർ. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനായി പ്രചരണത്തിനിറങ്ങി BJP നേതാവും നടിയുമായ ഖുഷ്ബു. നവ്യയ്ക്കൊപ്പം നഗരത്തിൽ റോഡ് ഷോയിലാണ് താരം പങ്കെടുത്തത്. സംസ്ഥാനത്ത് ഭരണമാറ്റം അനിവാര്യമാണെന്നും BJP സ്ഥാനാർത്ഥിക്ക് മികച്ച മുന്നേറ്റം നടത്താനാകുമെന്നും BJP മികച്ച വിജയം നേടുമെന്നും അവർ പറഞ്ഞു. She always talks about women empowerment, and we have a very entrepreneurial and empowering woman here in us as a candidate, and we are very sure the kind of courage and grit what she has shown over the last few years with the party. So I think it's going to take her a long way, and she's definitely a winning candidate. CPM-ന് മറുപടിയുമായി വി കുഞ്ഞികൃഷ്ണൻ. കൃത്യമായ ഓഡിറ്റ് പൂർത്തിയായിട്ടില്ല. 1 കോടി രൂപയിലധികം അപഹരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അടിച്ചിറക്കിയ രസീത് മുഴുവൻ തിരിച്ചു വന്നിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തുവിടും. കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് 3 MPമാർ സ്ഥാനത്തിരിക്കുന്നത്. സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച തന്നെ UDF പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി തനിക്ക് വിജയാശംസകൾ നേർന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ധനരാജ് ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ പിൻവലിച്ച് 2 ബ്രാഞ്ചുകളിൽ സ്ഥിര നിക്ഷേപമാക്കി മാറ്റി. 5 ലക്ഷത്തിന്റെ 8 നിക്ഷേപം, 40. അതിൽ 25 ലക്ഷം രൂപ 25 ലക്ഷം രൂപ അതിന്റെ കാലാവധിക്ക് ധനരാജ് അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റി. 15 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് മാറ്റിയത്. തീക്ഷ്ണമായ പോരാട്ടത്തിലാണ് കോൺഗ്രസ് എന്നും ആ തിരിച്ചറിവ് പ്രവർത്തകർക്ക് ഉണ്ടാകണമെന്നും KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ. കണ്ണൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിന് ഞാനില്ല. ഞാൻ ഇന്നത്തെ പ്രസംഗത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ മാറിയിരുന്നത്. പക്ഷേ രാഹുൽജി പറഞ്ഞപ്പോൾ സംസാരിക്കാതിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് 2 വാക്ക് ഞാൻ പറയുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം തീക്ഷ്ണമായ ഒരു പോരാട്ടത്തിലാണ് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിന്റെ അകത്തുണ്ടാവണം. MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും നെടുമങ്ങാട് LDF സ്ഥാനാർത്ഥി GR അനിലിന്റെ പ്രവർത്തനത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് മണ്ഡലത്തിലെ സമ്മതിദായകർക്കുള്ളത്. മന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് മാർക്ക് എത്രയെന്ന ചോദ്യത്തിൽ 100-ൽ 100 നൽകിയവർക്കും 1 മാർക്ക് നൽകാത്തവർക്കും അതിന് അവരുടേതായ വിലയിരുത്തലും ഉണ്ടായിരുന്നു. മന്ത്രി GR അനിൽ നിങ്ങളുടെ മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന ആളായിരുന്നു, മന്ത്രിയാണ്. 5 വർഷത്തെ അദ്ദേഹത്തിന്റെ മന്ത്രി എന്ന നിലയിലെ പ്രവർത്തനത്തിന് എത്ര മാർക്ക് നൽകും? 100-ൽ ഒരു 80. അത്യാവശ്യം നല്ല വികസനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. GR അനിൽ മന്ത്രി എന്ന നിലയിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. മന്ത്രി എന്ന നിലയിൽ GR അനിലിന് എത്ര മാർക്കായിരിക്കും നിങ്ങൾ നൽകുക? എന്തുകൊണ്ട്? ഒരു 15 മാർക്ക്. 100 ഇടയ്ക്ക് വെച്ച് ഇടക്കാലങ്ങളിൽ വെച്ച് സിവിൽ സപ്ലൈസിൽ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു മതിപ്പ് ഇപ്പോഴും ഉണ്ട് ജനങ്ങൾക്ക്. 98. പുള്ളിയെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. GR അനിലിന്റെ പ്രവർത്തനങ്ങൾക്ക് എത്ര മാർക്കാണ് നിങ്ങൾ എടുക്കുന്നത്? 1 മാർക്ക് വിടുന്നില്ല, ഇപ്പോൾ തോക്കുമെന്നാണ് പറയുന്നത് അഭിപ്രായം. ഇവിടെ മന്ത്രിയായിട്ട് ഇരുന്നിട്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആരും ഔട്ട് കൊടുക്കും? ഒരു പാർട്ടിക്കാർക്കും ചെയ്യണേ പോലും. മന്ത്രി എന്ന നിലയിൽ GR അനിലിന്റെ പ്രവർത്തനങ്ങൾക്ക് എത്ര മാർക്ക് നൽകും? ആള് നല്ലതാണ്, എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ എത്ര മാർക്ക് ഇടുമെന്ന് പറഞ്ഞു? 80% ഇടാം. ഒരു 60% ഇടാനായിട്ട്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു മന്ത്രിയാണ്.
പോത്തങ്കോട് മാർക്കറ്റ് അതിനെ പുരോഗമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ആ റവന്യൂ ടവർ അത് പാലോട് രവിയും കണ്ടില്ലാത്ത അത് ഇത് ചെയ്തു വെച്ചത്. പിന്നെ അതാണ്ട് ഒരെണ്ണം ഇത് ചെയ്ത് വെച്ചിട്ട് അതെങ്ങനെ കിടക്കുന്നുണ്ട്. ട്രാഫിക് ബ്ലോക്ക് മാറണമെങ്കിൽ ആ ബസ് സ്റ്റാൻഡും ചന്ത അവിടെ നിന്ന് മാറണം, എങ്കിലേ ആ ട്രാഫിക് ബ്ലോക്ക് മാറും, ഇല്ലാതെ പൂർണ്ണമായിട്ട് മാറില്ല. ബ്ലോക്ക് ഉണ്ടായിട്ട് റവന്യൂ ടവറും കൂടെ അതിനകത്താക്കി വെച്ചുകൊണ്ട് ഇത് കൂടെ ബ്ലോക്ക് കൂടുതൽ. അതിനകത്ത് വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ബിൽഡിംഗും പോയാൽ കുറേ സൗകര്യമാവും. 60%. അവനെ എന്താണെന്നറിയാം, നമുക്ക് എപ്പോഴും നമ്മൾ അടുത്ത് കിട്ടുന്ന ഒരാളും നമുക്ക് പ്രിയപ്പെട്ട ഒരാളുമാണ്. പക്ഷേ അവരെ പൊസിഷൻ എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെയാണ് കിട്ടണം, എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്ക് ഒന്നും അറിയില്ല. നമ്മൾ ആട്ടക്കാരന്മാരല്ലേ, അതുകൊണ്ട് നമ്മൾ കാണുമ്പോഴുള്ള സഹകരണം കൊണ്ട് നമ്മളിങ്ങനെ പറയണം എന്നുള്ളതേ ഉള്ളൂ. മന്ത്രി GR അനിലിന് എത്ര മാർക്കായിരിക്കും നിങ്ങൾ നൽകുക എന്ന്? എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും GR അനിലിനും അതിന് പിന്നോട്ടുള്ള ജയിച്ച രണ്ടും MLA-മാർക്കും 0 ആണ് കൊടുക്കേണ്ടത്. കാരണം രാജ്യത്ത് വികസനമെന്ന് പറയാൻ ഒരു കാര്യം പോലും അവർ ചെയ്തില്ല. ഇവർ ആകെ കൊടുക്കുന്നത് 50-25 തൊഴിലുറപ്പ്, 150 എഴുതി വയ്ക്കും, അതിൻ്റെ കമ്മീഷൻ എടുക്കുന്നുണ്ട് അതിൻ്റെ സെക്രട്ടറിമാർ. രണ്ടാമത് ഇവരെപ്പോലുള്ളവർ ഈ മാസ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള മാസ് ലൈറ്റ് നാട്ടിന് വികസനം ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പെൻഷൻ കൊടുത്തല്ലേ അവർക്ക് അല്ലാതൊന്നും പറയാനില്ല, അല്ലാതെ ഒരു വികസനവും ഇല്ല. ഷാർജയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം. തുറായ ടെലികോം കമ്പനി ആസ്ഥാനത്താണ് ആക്രമണമുണ്ടായത്. ആർക്കും പരിക്കില്ല എന്ന് അധികൃതർ അറിയിച്ചു. ദുബായ് തീരത്തെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായി. തീരത്തു നിന്നും 34 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല. അതേസമയം സ്കൂളുകളിൽ ഓൺലൈൻ പഠനം UAE ഏപ്രിൽ 17 വരെ നീട്ടി. മുഴുവൻ പൊതു സ്വകാര്യ സ്കൂളുകൾക്കും നഴ്സറികൾക്കും ഇത് ബാധകമായിരിക്കും. യുദ്ധം നിർത്തിയാൽ മാത്രം ചർച്ചയെന്ന് അമേരിക്കയോട് ഇറാൻ. സമാധാന ശ്രമങ്ങളുടെ മറവിൽ ആക്രമിച്ച ചതി മറക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാൻ തുർക്കി വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. അതേസമയം ഹോർമുസിൽ ഇറാൻ സുരക്ഷാ കൗൺസിൽ പുതിയ നടപടികൾ പ്രഖ്യാപിച്ചു. കപ്പലുകൾക്ക് പുതിയ മാർഗനിർദ്ദേശവും ഏർപ്പെടുത്തി. നിയന്ത്രണത്തിന് കൂടുതൽ നടപടികൾ കൈക്കൊള്ളും. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തിനിടയിൽ ഹോർമുസ് കടലിടുക്ക് കടന്ന 2 LPG ചരക്ക് കപ്പലുകൾ കൂടി ഉടൻ ഇന്ത്യൻ തീരത്തെത്തും. ഒരു കപ്പൽ മുംബൈ തീരത്തിനടുത്തെത്തി, മറ്റൊരു കപ്പൽ നാളെ മംഗളൂരു തീരത്തെത്തും. ഏകദേശം 94,000 ടൺ LPGയാണ് 2 കപ്പലിലുമായി ഉള്ളത്. ഇന്ത്യയുടെ 18 ചരക്ക് കപ്പലുകൾ കൂടി ഹോർമുസ് കടലിടുക്ക് മേഖലയിലുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ ഉൾപ്പെടെ 5 സൗഹൃദ രാജ്യങ്ങൾക്ക് ഹോർമുസ് വഴി ചരക്ക് നീക്കത്തിന് അനുമതി ലഭിച്ചിരുന്നു. നിലവിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ ക്ഷാമം ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്ന ആക്രമണ നീക്കങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി സൗദി അറേബ്യ, ജോർദാൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾ രംഗത്ത്. ഇറാന്റെ പ്രകോപനങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാനും പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ഗൾഫ് രാജ്യങ്ങൾക്കും ജോർദാനും തീരുമാനിച്ചിട്ടുണ്ട്. ജിദ്ദയിൽ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ, ജോർദാൻ രാജാവ് അബ്ദുല്ല രണ്ടാമൻ, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി എന്നിവർ നടത്തിയ സുപ്രധാന കൂടിക്കാഴ്ചയിലാണ് മേഖലയുടെ സുരക്ഷ മുൻനിർത്തി സംയുക്ത പ്രഖ്യാപനം ഉണ്ടായത്. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കും ജോർദാനും നേരെ ഇറാൻ നടത്തുന്ന ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ മേഖലയുടെ സുസ്ഥിരത തകർക്കുന്ന അപകടകരമായ പ്രകോപനമാണെന്ന് നേതാക്കൾ ഒരേ സ്വരത്തിൽ വ്യക്തമാക്കി. സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ആഗോള ഊർജ്ജ വിതരണത്തെയും ബാധിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നേതാക്കൾ ആശങ്ക അറിയിച്ചു. അതേസമയം മേഖലയിൽ സമാധാനം വീണ്ടെടുക്കാൻ സംയുക്ത പരിശ്രമങ്ങൾ തുടരുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. യുദ്ധം, ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ, മാനസികാരോഗ്യം തുടങ്ങിയ ഗൗരവമേറിയ സാമൂഹ്യ വിഷയങ്ങളെ തന്റെ കലാസൃഷ്ടികളിലൂടെ ചർച്ചകൾക്ക് വിധേയമാക്കുന്ന പ്രമുഖ ഡച്ച് കലാകാരി അഫ്ര എയ്സ്മസുമായുള്ള സംവാദവും ശില്പശാലയും കൊച്ചിയിൽ സംഘടിപ്പിച്ചു. മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ഡച്ച് വെയർഹൌസിൽ നടന്നുവന്ന മൈൽഡ് ടൂത്ത് ഓഫ് മിൽക്ക് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു പ്രദർശനം. തുണിത്തരങ്ങളും വർണ്ണാഭമായ സെറാമിക്സും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സവിശേഷമായ ശില്പങ്ങളിലൂടെ കലാലോകത്ത് ശ്രദ്ധേയയായ അഫ്ര നെതർലാൻഡ്സിലെ ഹേഗ്, ആംസ്റ്റർഡാം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഗൗരവമേറിയ സാമൂഹിക വിഷയങ്ങളെ തൻ്റെ കലാസൃഷ്ടിയിലൂടെ ആവിഷ്കരിക്കുന്ന അഫ്ര എയ്സ്മ കലയിലൂടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും വിശാലമായ ഇടം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. ശില്പശാലയിൽ സോക്സുകളും മറ്റ് തുണിത്തരങ്ങളും ഉപയോഗിച്ച് പാവകളെ നിർമ്മിക്കുന്ന രീതിക്ക് അഫ്ര എയ്സ്മ നേതൃത്വം നൽകി. തൻ്റെ സൃഷ്ടികൾ ലൈംഗികാതിക്രമങ്ങൾ നേരിടുന്നവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള സന്ദേശം മാത്രമല്ലെന്നും മറിച്ച് പ്രദർശനത്തിനെത്തുന്നവർക്ക് കലയെ ശാന്തമായി തുടർന്ന് ആസ്വദിക്കാനുള്ള ഒരിടം കൂടി ഒരുക്കുകയാണെന്നും അഫ്ര വ്യക്തമാക്കി. And finding also a possibility to make it more of a topic that we can talk about, because it's such a taboo, even though so many of us have experienced it.
And then in the other space, I made an installation in which people can come together and kind of collect, but also they can discuss or talk. And I try to always make kind of spaces for soft conversations. ഇതിനോടൊപ്പം തന്നെ പ്രശസ്ത കലാകാരിയും ഇന്ത്യ ആർട്ട് പ്രൊജക്ട് ക്യൂറേറ്ററുമായ സിമി മേരിയുടെ നേതൃത്വത്തിൽ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നെയ്ത്ത് ശില്പശാലയും അരങ്ങേറി. പഴയ തുണിത്തരങ്ങളും നൂലുകളും ഉപയോഗിച്ച് അർത്ഥവത്തായ സൃഷ്ടികൾ രൂപപ്പെടുത്തിയ ഈ പരിപാടിയിൽ നിരവധി കലാസ്വാദകർ പങ്കാളികളായി. അമൃത ന്യൂസ്, കൊച്ചി. IPL ഇന്ന് പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. കഴിഞ്ഞ സീസണിലെ റണ്ണേഴ്സപ്പായ പഞ്ചാബിനെ ഇത്തവണ നയിക്കുന്നത് ശ്രേയസ് അയ്യരാണ്. മറുവശത്ത് ശുഭ്മാൻ ഗില്ലാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകൻ. അഷ്ദീപ് സിംഗും യുസ്വേന്ദ്ര ചാഹലും നയിക്കുന്ന പഞ്ചാബ് ബൗളിംഗ് നിരയും ജോസ് ബട്ട്ലറും റാഷിദ് ഖാനും ഉൾപ്പെടുന്ന ഗുജറാത്തിന്റെ കരുത്തും തമ്മിലുള്ള പോരാട്ടം ആരാധകർക്ക് വലിയൊരു വിരുന്നാകുമെന്ന് ഉറപ്പാണ്. ചണ്ഡീഗഡിലെ മഹാരാജ യാദവേന്ദ്ര സിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മുതലാണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.